നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ ചേർത്തല നഗരസഭയ്ക്ക് ഒന്നാം സ്ഥാനം. 7 പതിറ്റാണ്ടത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് നഗരസഭ പദ്ധതി നിർവഹണത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നതെന്ന് ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ. ഭക്തിയുടെ നിറവിൽ വാരനാട് ദേവീക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷിച്ചു. നിരവധി ഭക്തരാണ് മീനഭരണി ദിനത്തിൽ കാവടിയേന്തി ക്ഷേത്രത്തിലെത്തിയത്. പ്രസിദ്ധമായ ചേർത്തല പൂരത്തിന് ഏപ്രിൽ 4 കൊടിയേറും. 10 പ്രസിദ്ധമായ പൂരം തുള്ളൽ. വിശദമായ വാർത്തകൾ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ ചേർത്തല നഗരസഭയ്ക്ക് ഒന്നാം സ്ഥാനം. 7 പതിറ്റാണ്ടത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് നഗരസഭ പദ്ധതി നിർവഹണത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നതെന്ന് ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ പറഞ്ഞു. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ചേർത്തല നഗരസഭ നിൽക്കുന്നത്. വേറൊന്നും കൊണ്ടൊന്നുമല്ല, നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാ വർഷവും പദ്ധതി വിഹിതത്തിലേക്ക് പോകുന്നത് എങ്കിൽ തന്നെയും ഇത്തവണ നമ്മൾക്ക് വളരെയധികം സന്തോഷമുള്ളതായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാനത്ത് തന്നെ നഗരസഭ ഒന്നാം സ്ഥാനത്തേക്ക്, ചേർത്തല നഗരസഭ ഒന്നാം സ്ഥാനത്തേക്ക് നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. സന്തോഷം കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. പദ്ധതി വിഹിതത്തിൽ 116.4% ആണ് നമ്മുടേതായിട്ടുള്ള വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചത്. ഏകദേശം ഒരു 7 പതിറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നഗരസഭയ്ക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും അതിന് സഹകരിച്ചിട്ടുള്ള നമ്മുടെ പ്ലാനിങ്ങിലെ ഉദ്യോഗസ്ഥന്മാര്, ഇംപ്ലിമെന്റ് ഓഫീസർമാര്, സെക്രട്ടറി, അതിനേക്കാൾ ഉപരി നമ്മുടെ മറ്റുള്ള ഒരു കൂട്ടായ്മ, ഇതിന്റെ ഫലമാണ് ഇന്നിപ്പോ നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസരം വന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ കൗൺസിലിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് കാണുന്നത്. തൻവർഷത്തെയും മുൻവർഷത്തെയും പദ്ധതി വിഹിതത്തിൽ നിന്നും 116.64% തുകയാണ് നഗരസഭ ചെലവാക്കിയത്. സംസ്ഥാനത്തെ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, നഗരസഭ, കോർപ്പറേഷൻ എന്നിങ്ങനെയുള്ള വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കെടുക്കുമ്പോഴും ഏറ്റവും മുന്നിൽ ചേർത്തലയാണ്. നഗരസഭയുടെ 7 പതിറ്റാണ്ടത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത്. ഈ വർഷം അനുവദിച്ച പദ്ധതി വിഹിതത്തിൽ 7,45,00,000 രൂപ പൂർണ്ണമായും ചെലവഴിക്കുകയും മുൻവർഷത്തെ ബാക്കിയിൽ 1,24,00,000 ചെലവഴിച്ച് ആകെ 116.64% ചിലവ് കൈവരിച്ചാണ് നഗരസഭ ഈ നേട്ടത്തിൽ എത്തിയത്. 100% പദ്ധതി ചെലവ് കൈവരിക്കുന്ന ജില്ലയിലെ ഏക നഗരസഭയാണ് ചേർത്തല. ട്രഷറിയിൽ പാസാക്കാനുള്ള തുക കൂടി കൂട്ടുമ്പോൾ ചെലവ് ശതമാനം ഇനിയും വർദ്ധിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. മുനിസിപ്പൽ എഞ്ചിനീയറിംഗ് വിഭാഗമടക്കമുള്ള വിവിധ വിഭാഗങ്ങളുടെ കഠിനാധ്വാനവും നിർവഹണോദ്യോഗസ്ഥരുടെ ഏകോപിത പ്രവർത്തനവും നഗരസഭാ ജീവനക്കാരുടെ അശ്രാന്ത പരിശ്രമവുമാണ് ഈ നേട്ടം കൈവരിക്കാൻ പ്രാപ്തരാക്കിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവനും സെക്രട്ടറി TJ സുജിത്തും അഭിപ്രായപ്പെട്ടു. കരപ്പുറത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തിയുടെ നിറവിൽ മീനഭരണി മഹോത്സവം ആഘോഷിച്ചു. പ്രസിദ്ധമായ വാരനാട് ദേവീക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തരാണ് കാവടിയേന്തി എത്തിയത്. കരപ്പുറത്തിന്റെ 4 ദിക്കുകളിൽ നിന്നും വ്രതമെടുത്ത ഭക്തർ കുംഭകുടമേന്തി താലപ്പൊലിയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി. മീനഭരണി ദിവസത്തെ വാരനാട് ദേവീ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് കുംഭകുടാഭിഷേകം. നെടുമ്പ്രക്കാട് 2307 നമ്പർ NSS കരോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തർ കാവടിയെടുത്തു. പഞ്ചവാദ്യത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയായിരുന്നു കാവടി ഘോഷയാത്ര.
തുടർന്ന് വൈകിട്ട് ക്ഷേത്രത്തിൽ വിളക്കും എതിരേൽപ്പ് ചടങ്ങും നടന്നു. മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് കടക്കരപ്പള്ളി പടിഞ്ഞാറേ കൊട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാലയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാല അർപ്പണ ചടങ്ങുകൾ തുടങ്ങി. മീനഭരണിയോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രസിഡന്റ് P പരമേശ്വരൻ നായർ, സെക്രട്ടറി D ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടിൻപുറങ്ങളിൽ വളരെ അപൂർവമായാണ് ചെറുപയർ കൃഷി ചെയ്യുന്നത്. പ്രായോഗികമായ ബുദ്ധിമുട്ടുകളാണ് കർഷകരെ ഇതിൽ നിന്നും പിന്നോട്ടടിക്കുന്നത്. എന്നാൽ കഞ്ഞിക്കുഴി സ്വദേശി കുഞ്ഞുമോൻ ചെറുപയർ കൃഷിയിൽ 100 മേനി വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ്. പോഷകസമ്പുഷ്ടമായ ഒരു ഭക്ഷ്യധാന്യമാണ് ചെറുപയർ. പാടത്തെ ചൊരിമണലിൽ ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്ത് എടുത്തതുകൂടിയാകുമ്പോൾ ആവശ്യക്കാർ ഏറും എന്നതിൽ തർക്കമില്ല. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 8-ാം വാർഡിൽ കുഞ്ഞുമോൻ സായി എന്ന കർഷകൻ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്തതെങ്കിലും കഠിനാധ്വാനത്തിലൂടെ തരക്കേടില്ലാത്ത വിളവ് ഈ കർഷകൻ നേടിയെടുത്തു. ഞാനൊരു ഇപ്പോൾ ഒരു 50 വയസ്സുള്ളതുകൊണ്ട് ഞാനൊരു 10-14 വയസ്സുള്ളപ്പോൾ തൊട്ട് അച്ഛൻ്റെ കൂടുതൽ കൃഷിയിലേക്ക് ഇറങ്ങി. ചെറുപയർ കൃഷിയാണ് അന്നും ചെയ്യുന്നത്, ഇപ്പോഴും ചെയ്യുന്നു. നല്ല രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് 10-35 കിലോ കിട്ടി. ഇത്തവണ കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം കൊണ്ട് ഇച്ചിരി മോശം, എന്നാലും വലിയ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ഇപ്പോൾ ചെറുപയർ കൃഷിയാണ് ഏറ്റവും നല്ലതെന്ന് എൻ്റെ ഇതാണ്. ഇപ്പോൾ 150 രൂപ 170 രൂപയ്ക്ക് നമുക്ക് നാടൻ സാധനമാണ് 170 രൂപയ്ക്ക് 180 രൂപയ്ക്ക് വിറ്റാലും കുഴപ്പമില്ല. ആ റേറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 130 രൂപ കടയിലുണ്ടെങ്കിൽ നമുക്ക് 150 രൂപയ്ക്ക് വിൽക്കാം. എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയാണെന്നുണ്ടെങ്കിൽ ചെറുപയർ കൃഷിയാണ് ഏറ്റവും നല്ല. പിന്നെ ഇടവള ഞാൻ പച്ചക്കറി മറ്റൊക്കെ വെള്ളരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ചെറുപയർ കൃഷി. പിന്നെ ചെറുപയർ കൃഷിയിൽ കുറച്ച് പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പറിച്ചത് ഉണക്കി അതിൻ്റെ ഇതൊക്കെ എടുക്കുന്ന ഒരു കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. വെയിലത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിച്ചിരി കഷ്ടപ്പാടുണ്ട് മാത്രം. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തവണ കർഷകർക്ക് ചെറുപയർ വിത്ത് നൽകിയത്. ഏറ്റവും നല്ല വിളവാണ് ഇന്ന് കഞ്ഞിക്കുഴി ഉണ്ടായിരിക്കുന്നത്. ഈ വെയിൽ കൂടുന്തോറും ചെറുപയറിന് വിളവ് കൂടുമെന്നാണ് ഞങ്ങൾക്കിപ്പോൾ അനുഭവത്തിലൂടെ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. പച്ചക്കറിയോടൊപ്പമാണ് കർഷകർ ഇവിടെ ചെറുപയർ കൃഷി നടത്തുന്നത്. പണ്ടുകാലങ്ങളിലൊക്കെ നെൽകൃഷി കഴിഞ്ഞാലുടൻ മുഴുവൻ പാടശേഖരങ്ങളിലും ചെറുപയർ കൃഷി വ്യാപകമായിരുന്നു കഞ്ഞിക്കുഴിയിൽ. പക്ഷേ ഇപ്പോൾ കാലക്രമേണ അത് പുറകോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് തന്നെ സൗജന്യമായി ചെറുപയർ വിത്ത് ആവശ്യക്കാർക്ക് വാങ്ങി നൽകുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായാണ് വിത്ത് നൽകിയത്. കൊയ്ത്ത് കഴിഞ്ഞ കരപ്പാടശേഖരത്തിലായിരുന്നു കൃഷി. ഏതായാലും മനസ്സുവെച്ചാൽ എന്തും കരപ്പുറത്തിന്റെ മണ്ണിൽ വിളയും എന്നാണ് കുഞ്ഞുമോന്റെ സന്ദേശം. ചേർത്തല തിരുവിഴ 1604 നമ്പർ NSS കരയോഗം കുവൈറ്റ് NSSന്റെ സ്നേഹവീട് പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി. NSS ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഇലങ്ങിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു ഇപ്പൊ ചാരമംഗലത്തൊക്കെ ചെന്ന് വീട് നോക്കാൻ ചെന്ന ഏത് വീടിന് കൊടുക്കുമെന്നറിയാൻ പാടില്ല. അപ്പൊ അതൊക്കെ കാലത്തിന്റെ വ്യതിയാനത്തിൽ വന്ന നമ്മുടെ വിഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ്. അതൊക്കെ ഒരു മാറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പോവർട്ടി എന്ന് പറയുന്ന ദാരിദ്ര്യം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകില്ല. കാരണം ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ കുവൈറ്റ് NSS യൂണിയൻ ഒരു വീട് നൽകുന്നു, അതുപോലെ വേറെ ഉള്ള ആളുകൾ കുറച്ച് പണം നൽകുന്നു, അല്ലെങ്കിൽ എന്താണ് ആവശ്യമുള്ളത് നൽകുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തീർന്നു. അപ്പം ഉള്ള ആളുകളിൽ നിന്ന് ഒരു 3% ആളുകളാണ് ഈ ലോകത്തിൻ്റെ വെൽത്ത്, ഈ സമ്പത്തിൻ്റെ ഉടമകൾ. 97% ആളുകളും വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള പണസംബന്ധമായും ബുദ്ധിപരമായും അതുപോലെ മറ്റ് സ്വാധീനം ചെലുത്താനും ഒക്കെ കഴിയുന്ന ആളുകളെ വിചാരിച്ചാൽ മറ്റുള്ള ആളുകളുടെ പ്രയാസങ്ങൾ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
കരയോഗം പ്രസിഡന്റ് എം രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കുവൈറ്റ് NSS പ്രസിഡന്റ് കാർത്തിക് നാരായണൻ താക്കോൽദാനം നിർവഹിച്ചു. സെക്രട്ടറി അനീഷ് പി നായർ പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് N പിള്ള, രക്ഷാധികാരി വിജയകുമാർ, പഞ്ചായത്ത് അംഗം PG സജിമോൻ, NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജയകൃഷ്ണൻ, കരയോഗം ഖജാൻജി സുരേഷ് കുമാർ V എന്നിവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടന്ന CPI കണിച്ചുകുളങ്ങര ലോക്കൽ സമ്മേളനം സമാപിച്ചു. CPI കണിച്ചുകുളങ്ങര ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി കാനം രാജേന്ദ്രൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PV സത്യനേശൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ആ പ്രവർത്തനവുമായി നമ്മുടെ ഇന്ത്യ ഒട്ടാകെ പ്രവർത്തിച്ചു. പക്ഷെ ആ പ്രവർത്തനത്തിലൊന്നും നമുക്ക് കാര്യമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് 24-ാം പാർട്ടി കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്തത്. എന്തുകൊണ്ട്? നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ ഓരോ പ്രാദേശികമായ പാർട്ടികളും പ്രാദേശികമായ ജാതി വ്യവസ്ഥകളിലെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെയും ഒക്കെ സ്വരൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ള പാർട്ടിയാണ് പ്രാദേശിക തലത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുകയും പല പ്രാദേശിക ഗവൺമെൻറ്റിലേക്കും മുന്നേറുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്ര ഒരു ഇടതുപക്ഷ മതേതര ജനാധിപത്യ പാർട്ടികളുടെ പ്രസക്തി അത്തരത്തിൽ നടക്കില്ല. അതുകൊണ്ട് വളരെ ഇച്ചിരി കാര്യമായ രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ പാർട്ടി കോൺഗ്രസ്സിൽ മറ്റൊരു തീരുമാനമെടുത്തെങ്കിലേ ഇന്ത്യ രാജ്യത്തിലെ തൊഴിലാളികളെയും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയൂ എന്നതിനെ സംബന്ധിച്ച് സസൈര്യം നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്താണ് വിജയവാഡ പാർട്ടി കോൺഗ്രസ് പ്രമേയം പാസാക്കിയത്. ആ പ്രമേയത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്: ഇന്ത്യ രാജ്യത്തിലെ മതേതര ജനാധിപത്യ ഇടതുപക്ഷ വിശാല മുന്നണി, ആ വിശാല മുന്നണി എന്നുകൂടി ചേർത്തുകൊണ്ടുള്ള എല്ലാ വിഭാഗങ്ങളെയും കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമായിരിക്കണം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവേണ്ടത്. ആ പ്രക്രിയയിലൂടെ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഈ കാണുന്ന മുതലാളിത്ത വ്യവസ്ഥയ്ക്കെതിരായി പകരം ഈ ഭൂഷാ ഭരണകൂടത്തിനെതിരായി ഒരു ശക്തിയായ മുന്നേറ്റം ഉണ്ടാക്കുവാനും ഈ രാജ്യത്തിലെ ജനങ്ങളെയും അതോടെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടൊക്കെ സംരക്ഷിക്കാൻ കഴിയണമെങ്കിൽ അത്തരം നിലപാടുകളിലേക്ക് പോകാൻ കഴിയണമെന്നതിനെക്കുറിച്ച് നമ്മൾ നിലപാടെടുത്തു. CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് R ജയസിംഹൻ, സംഘാടക സമിതി ചെയർമാൻ TG അശോകൻ, സ്വാഗത സംഘം കൺവീനർ R മനോജ്, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം CK അശോകൻ, CPI കണിച്ചുകുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N സതീശൻ എന്നിവർ പ്രസംഗിച്ചു. ആചാരപ്പെരുമയോടെ വൈക്കം മൂത്തേടത്തുകാവ് ക്ഷേത്രത്തിലേക്ക് ദേശത്താലപ്പൊലി നടന്നു. 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന വടക്കുപുറത്ത് പാട്ടിന്റെ മുന്നോടിയായിട്ടാണ് താലപ്പൊലി നടന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന വടക്കുപുറത്ത് പാട്ടിന്റെ മുന്നോടിയായി ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുമാണ് ദേശതാലപ്പൊലി നടത്തിയത്. വൈക്കത്തപ്പന്റെ പുത്രനായ ഉദയനാപുരത്തപ്പന്റെ സന്നിധാനത്തു നിന്നും ഉദയനാപുരത്തെ 4 NSS കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ദേശതാലപ്പൊലി വടക്കുപുറത്ത് പാട്ടിന്റെ വിളംബരമാണ്. പഴയ വടക്കുംകൂർ രാജ്യമായ വൈക്കം ദേശത്തിന്റെ ദേശദേവതകളായ തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിലും മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലും വൈക്കം ക്ഷേത്രത്തിൽ നടത്തുന്ന വടക്കുപുറത്ത് പാട്ട് വിവരം അറിയിക്കുന്ന ചടങ്ങാണ് ദേശതാലപ്പൊലി. ചരിത്രപ്രസിദ്ധമായ ചേർത്തല പൂരത്തിന് ഏപ്രിൽ 4 കൊടിയേറും. ചേർത്തല പൂരം ഏപ്രിൽ 10 നടക്കും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ചേർത്തല ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഏപ്രിൽ 4 കൊടിയേറി 11 തിരുവാറോടുകൂടി സമാപിക്കുകയാണ്. പ്രധാന ഉത്സവമായ പൂരമഹോത്സവവും ആയില്യം മഹോത്സവവും വടക്ക് ചേരുവാരത്തിന്റെ സഹകരണത്തോടെ മഹോത്സവം തെക്ക് ചേരുവാരത്തിന്റെ സഹകരണത്തോടെ പ്രദേശങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന രണ്ടാം ഉത്സവം ചേർത്തല NSS യൂണിയന്റെ സഹകരണത്തോടുകൂടിയാണ് നടത്തുന്നത്.
പുതിയ ഉപദേശക സമിതി വന്നതിന് ശേഷം ക്ഷേത്രത്തിൽ എല്ലാ ഉത്സവ ദിവസങ്ങളിലും അന്നദാനം കൊടുക്കുന്നതിന് വേണ്ടി ഏപ്രിൽ 4 രാവിലെ 8:30 മുതൽ നാരായണീയ പാരായണം, 11:30 തിരുവാതിരകളി, പകൽ 12:30 അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ടെമ്പിൾ സൗത്ത് യൂണിറ്റിന്റെ കൊടിയേറ്റ് സദ്യ, വൈകുന്നേരം 5 അഖില കേരള ധീവരസഭ ചേർത്തല ടൗൺ ശാഖയുടെ നേതൃത്വത്തിൽ കൊടിക്കയർ വരവ്, ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ഹരിനാരായണ നമ്പൂതിരിപ്പാട് ഉത്സവത്തിന് കൊടിയേറ്റും. തുടർന്ന് കാളികുളത്തിലേക്ക് ആറാട്ട് പുറപ്പെടും. വടക്കശ്ശേരിവാരം ആയില്യം ഉത്സവ ദിനമായ 8-ാം തീയതി പകൽ 2:30 ഉത്സവ ബലി ദർശനം, രാത്രി 9 വീണാമൃതം, രാത്രി 11 കുറുപ്പംകുളങ്ങര പതിയാ വീട്ടിൽ നിന്നും ആയില്യം പടയണി, 3 ആയില്യം പടയണി വരവ്, ചൂട്ടുപടയണി. തെക്കേശ്ശേരിവാരം മകമുത്സവ ദിനമായ 9-ാം തീയതി വൈകുന്നേരം 4 തെക്കേ തെരുവിൽ നിന്നും മകം വേലത്തുള്ളൽ തുടങ്ങും. വടക്കേശ്ശേരിവാരം വക പൂരം ഉത്സവ ദിനമായ 10-ാം തീയതി വൈകുന്നേരം 3:30 തിരുമല ക്ഷേത്രത്തിന് സമീപത്തെ കുടുംബി സേവാ സംഘം ശാഖാവക മഹാദേവ ക്ഷേത്ര സന്നിധി നിന്നും പൂരം വേലതുള്ളൽ തുടങ്ങും. ഉത്രം ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. ഇത്തവണ കുറെ കൂടി ജനകീയമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡും അഡ്വൈസറി ബോർഡും മാത്രമല്ല, മറിച്ച് കുറെ കൂടി ജനകീയമായിക്കൊണ്ട് അഹസ്യകാരെയും മറ്റ് സാമുദായിക സംഘടനകളുടെയും മറ്റ് ഭക്തജനങ്ങളുടെയും എല്ലാം പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ ഒരു തിരുവുത്സവമാണ് നമ്മൾ ഇത്തവണ നടത്തുവാൻ തുടങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയായി, കുറെ കൂടി ഇൻവോൾവ്മെന്റോടുകൂടി, കുറെ കൂടി ജനകീയമായി നടത്തുവാനുള്ള ഒരു ആദ്യത്തെ ചുവടുവയ്പ്പാണ് ഇത്തവണ നമ്മൾ നടത്തിയിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ദൗർഭാഗ്യകരമായ ചില കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പാദരക്ഷകൾ ഉപയോഗിച്ചുകൊണ്ട് ആനപ്പന്തലിൽ വരെ കടന്ന് നടക്കുന്ന, തുള്ളുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ക്ഷേത്ര വിരുദ്ധമായ, ആചാരവിരുദ്ധമായ ചില സമീപനങ്ങൾ പലരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഉത്തരവ് നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പിക്കേണ്ടത് പോലീസ് അധികാരികളാണ്. അവരത് ചെയ്യാമെന്ന് തന്നെ നമ്മളോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചേർത്തല തെക്ക് പഞ്ചായത്തിൽ വിപുലമായ രീതിയിൽ കൃഷി ചെയ്ത തണ്ണിമത്തന്റെ വിളവെടുപ്പ് നടന്നു. പൊതുപ്രവർത്തകൻ കൂടിയായ വിനോദിന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി നടത്തിയത്. ചേർത്തല തെക്ക് പഞ്ചായത്ത് മുൻ പഞ്ചായത്ത് അംഗവും CPIM അരീപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് വിനോദ്. തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം CPIM ജില്ലാ കമ്മിറ്റി അംഗം S രാധാകൃഷ്ണൻ നിർവഹിച്ചു. ചേർത്തല സൗത്ത് പഞ്ചായത്തിലെ പാരമ്പര്യ കർഷകരാണ് വിനോദും കുടുംബവും. ഈ സൗത്ത് പഞ്ചായത്തിൽ ജൈവ രീതിയിൽ പച്ചക്കൃഷി വ്യാപകമായി ചെയ്തു വരികയാണ്. വ്യവസായ അടിസ്ഥാനത്തിലാണ് പച്ചക്കൃഷി ചെയ്യുന്നത്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സൂര്യാഘാതം ഏറ്റിട്ട് പോലും ശ്രീ വിനോദിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുക. പലതരത്തിലുള്ള പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. തീർത്തും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി പൊതുജനങ്ങൾ കൂടി പ്രയോജനപ്പെടുന്ന തരത്തിലാണ് കൃഷി ചെയ്യപ്പെട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ തണ്ണിമത്തൻ്റെ വിളവെടുക്കാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഈ ചൂട് കാലത്ത് നമ്മുടെ ചൂടിനെ കുറയ്ക്കാനും അതിനെ തടയാനും ഈ തണ്ണിമത്തൻ പ്രയോജനപ്പെടുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തണ്ണിമത്തൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന തരത്തിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാതൃകാപരമായ കൃഷി ഈ സൗത്ത് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിനോദിനും കുടുംബത്തിനും ഈ അവസരത്തിൽ പ്രത്യേകം അവരെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഈ തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത് ആലോചിച്ചു. ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ, CPIM കന്നിക്കുഴി ഏരിയ സെക്രട്ടറി B സലീം, ചേർത്തല തെക്ക് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K രമേശൻ, G ദുർഗാദാസ്, P ഫൽഗുനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 6 ഏക്കർ സ്ഥലത്ത് പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ, ക്യുക്കമ്പർ, കണിവെള്ളരി, മത്തൻ എന്നിവ കൃഷി ചെയ്തു വരുന്നു. പൊതുപ്രവർത്തനത്തോടൊപ്പം തന്നെ കൃഷി തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ് വിനോദ്. ഞാൻ ഇവിടെ ഒരു 4.5 ഏക്കർ സ്ഥലത്ത് ഇത്തവണ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്. ഒരു 1.5 ഏക്കർ സ്ഥലത്ത് വിവിധ ഇനം തണ്ണിമത്തൻ മഞ്ഞയുണ്ട്, തണ്ണിമത്തൻ ഉള്ള ഓറഞ്ച് ഉള്ളതുണ്ട്, ഉള്ളു മഞ്ഞയായിട്ടുള്ള തണ്ണിമത്തനുണ്ട്. അങ്ങനെ 4 ഇനം തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുക്കമ്പർ, 50 സെൻറ്റ് സ്ഥലത്ത് കുക്കമ്പർ, 50 സെൻറ്റ് സ്ഥലത്ത് പൊട്ടുവെള്ളരി, അങ്ങനെ വെണ്ട, പാവലി, പീച്ചിലി അടക്കമുള്ള കൃഷിയാണ് ഇത്തവണ ചെയ്തിട്ടുള്ളത്. പൊട്ടുവെള്ളരി കൃഷി അതുപോലെ തന്നെ കുക്കുമ്പറൊക്കെ വിളവെടുത്ത് തീരാറായി. ഇപ്പോൾ നമ്മൾ തണ്ണിമത്തൻ്റെ കൃഷി വിളവെടുത്ത് തുടങ്ങിയിരിക്കുക. പുതുതായി നിർമ്മിച്ച കേരള NGO യൂണിയന്റെ ചേർത്തല ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു.
ചേർത്തല ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ജംഗ്ഷന് തെക്കുവശം നിർമ്മിച്ച കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം NGO യൂണിയൻ ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ നിർവഹിച്ചു. ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അനുവദിച്ചുകൊണ്ട് തീരുമാനമെടുത്തത്, ക്ഷാമബത്തയുടെ തീരുമാനമെടുത്തത്, അതുപോലെ ലീവ് സറണ്ടറിന്റെ തീരുമാനമെടുത്തിട്ടുള്ളത്, ആശ്രിത നിയമനത്തിന്റെ തർക്കങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ നിലപാട് സ്വീകരിച്ചത്, ഇതെല്ലാം ഈ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിലാണ്. പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തെല്ലാമാണോ വാഗ്ദാനം ചെയ്തത് അതെല്ലാം നടപ്പാക്കാനുള്ള പരിശ്രമം ഉണ്ട്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ കേന്ദ്ര ലോകസഭ ചേരുമ്പോൾ, പാർലമെന്റ് ചേരുമ്പോൾ, ആ പാർലമെന്റിന്റെ അവസാന ദിവസമാണ് പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു നിയമ ഭേദഗതി അവിടെ കൊണ്ടുവന്നത്. ആ പെൻഷന്റെ നിയമ ഭേദഗതി കേരളത്തിലെ പത്രങ്ങളിലൊക്കെ കുറച്ച് വാർത്ത വന്നു. ഇനി പെൻഷൻ എപ്പോൾ പരിഷ്കരിക്കണം എന്ന് തീരുമാനിക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തുന്ന ഒരു നിയമ ഭേദഗതി. യഥാർത്ഥത്തിൽ പെൻഷൻ ഒരു അവകാശമായി നാം കാണുകയാണല്ലോ, ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. രാജ്യത്ത് പെൻഷൻ കൊടുക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ള ഒട്ടേറെ സുപ്രീം കോടതി വിധിന്യായങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നഗാര കേസ്. അതിന്റെ ഭാഗമായാണ് സുപ്രീം കോടതി സർക്കാർ ജീവനക്കാരുടെ വേതന പരിഷ്കരണത്തോടൊപ്പം തന്നെ പെൻഷൻ പരിഷ്കരണവും നടത്തണം എന്ന കോടതി വിധി ഉണ്ടാവുന്നത്. സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, PD ജോഷി, NR ബാബുരാജ്, P സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ ചേർത്തല നഗരസഭയ്ക്ക് 1ാം സ്ഥാനം. 7 പതിറ്റാണ്ടത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് നഗരസഭ പദ്ധതി നിർവഹണത്തിൽ 1ാം സ്ഥാനത്തെത്തുന്നതെന്ന് ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ. ഭക്തിയുടെ നിറവിൽ വാരനാട് ദേവീക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷിച്ചു. നിരവധി ഭക്തരാണ് മീനഭരണി ദിനത്തിൽ കാവടിയേന്തി ക്ഷേത്രത്തിലെത്തിയത്. പ്രസിദ്ധമായ ചേർത്തല പൂരത്തിന് ഏപ്രിൽ 4 കൊടിയേറും. 10 പ്രസിദ്ധമായ പൂരം തുള്ളൽ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.